CPM ഓന്തിനെ പോലെ നിറം മാറുന്നുവെന്ന് VD സതീശൻ. 4 വോട്ടിനായി CPM ഓന്തിനെ പോലെ നിറം മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM ജമാഅത്തെ ഇസ്ലാമിയും PDPയുമായി കൂട്ടുകൂടുമ്പോൾ അവർ മതേതര കക്ഷികൾ. UDFുമായി സഹകരിച്ചാൽ അവർ വളരെ മോശക്കാർ. CPIMന്റെ ഈ നിലപാട് നിലമ്പൂരിലെ വോട്ടർമാർ തിരിച്ചറിയുമെന്നും സതീശൻ പറഞ്ഞു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയവരുടെ മണ്ണാണ് നിലമ്പൂർ. അവരുടെ പിന്മുറക്കാർ മതേതരവാദികളും രാജ്യസ്നേഹികളുമാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് CPIMന്റെ ഉന്നത നേതാക്കൾ നടത്തിയ മോശപ്പെട്ട പരാമർശങ്ങൾ ഇവിടുത്തെ വോട്ടർമാരുടെ ഓർമ്മയിലുണ്ട്. അക്കാര്യം CPIM ഓർത്താൽ നന്ന്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള UDFന്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണവുമായി സാക്ഷാൽ ഗോവിന്ദൻ പിന്നെയും വന്നിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയെ. പിണറായി വിജയൻ പറഞ്ഞാണ്. ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു. ജമാഅത്ത് ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ 2011 ജമാഅത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട്. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. ഇനി അതുപോലെ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി, അത് 2011 തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPMന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത്. ഇനി വിവാദങ്ങളെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്, ചർച്ച നടത്തിയത്. ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ്. അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു. ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടിപ്പെടുന്നത്? ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 6 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ മത്സരിച്ച 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീടുണ്ടായി എനിക്കെതിരെയാണ്. കാരണം എന്താ? അവർ LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അവർ 2019 ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണം, വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. അപ്പോൾ AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരം പരിപാടി. ഇനി ജമാഅത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ കൊടുത്തതിനാണ് CPMന് വിഷമം. അപ്പൊ PDPയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ. PDPയുടെ പിന്തുണ